ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. 2 ലക്ഷത്തിലധികം രൂപ ചെലവിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് നവോദയ വട്ടപ്പറമ്പ് ലിങ്ക് റോഡിന്റെ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന നവോദയ വട്ടപ്പറമ്പിലെ ലിങ്ക് റോഡിന്റെ കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജൈവവളമായാലും ലഭ്യമാകാൻ പര്യാപ്തമാകുന്ന തരത്തിലൊരു ഫാർമസി നമ്മൾ മനുഷ്യർക്ക് ഫാർമസിയൊക്കെയാണ് സാധാരണ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് കർഷകർക്ക് വയലിൽ കൃഷി ചെയ്യാൻ സന്ദർഭത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കീടത്തിന്റെ ഉപദ്രവമോ അല്ലെങ്കിൽ കളനാശിനികളോ അല്ലെങ്കിൽ ജൈവവളം വേണമെന്നുണ്ടെങ്കിൽ നേരെ എവിടെ പോയാൽ മതി? പഞ്ചായത്ത് പോയാൽ മതി. മറ്റത് നമ്മള് വളം ഡിപ്പോകൾ അന്വേഷിച്ച് പോകണം. ഇനിയിപ്പോൾ അത് വേണ്ട, നമുക്ക് നേരെ അവിടെ പോയാൽ മതി. ഇതിനൊക്കെയുള്ള പ്രചോദനം കിട്ടിയത് എന്താ വെച്ചാൽ കർഷകർ തന്നെയാണ്. ആ കർഷകരുടെ നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മളിതെല്ലാം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ പട്ടാളപ്പുഴു ആക്രമിച്ചു. നമുക്കറിയാലോ പട്ടാളപ്പുഴുവിന്റെ സ്വഭാവം എന്താ വെച്ചാൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിരപ്പാക്കുക, നിമിഷ നേരം കൊണ്ട് ഈ ഞാറ് ഒക്കെ കുറ്റിയാക്കും. പിന്നെ കർഷകർക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. അപ്പൊ അങ്ങനെ വന്ന സന്ദർഭത്തിൽ നമ്മൾ വെച്ച ഒരു പദ്ധതി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോ കർഷകർക്ക് ആവശ്യം വരുന്നോ ആ സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്താൻ പര്യാപ്തമായ തരത്തില് ഫണ്ട് വകയിരുത്തി. അപ്പോൾ ഈ ആൾക്ക് ഉടൻ തന്നെ വന്ന് കൃഷി ഓഫീസറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വളം ഡിപ്പോയിലൊക്കെ പോയിട്ട് വേണം അത് വാങ്ങാനായിട്ട്. അപ്പൊ നമ്മൾ അതിനൊക്കെ കുറച്ചുകൂടി ജനങ്ങൾക്ക് കർഷകർക്ക് ഗുണപ്രദമാകുന്ന തരത്തിലേക്ക് മാറ്റണം എന്നുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ പട്ടാളപ്പുഴ. ഗ്രാമപഞ്ചായത്ത് അംഗം കെ മനോജ് അധ്യക്ഷനായിരുന്നു. 2,75,000 രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ കോൺക്രീറ്റിംഗ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM മനീഷ്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ, 2-ാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ സുദേവൻ, ADS അംഗങ്ങളായ രമ്യ, പ്രീതി, ശാരദ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. 2010 ഒരു വിഭജനം കഴിഞ്ഞ് പഴയ 1-ാം വാർഡിൽ നിന്ന് 15-ാം വാർഡിലോട്ട് പോയി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇനി ഒരു യോഗത്തിൽ നമ്മളായിട്ട് സംസാരിക്കാൻ യോഗമുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ നമ്മൾ 1-ാം വാർഡ് 16-ാം വാർഡായിട്ട് മാറും. ഇതിൽ പല ആളുകളും അപ്പുറത്തെ വാർഡിലോട്ട് മാറും. ഇതിൽ ഏറ്റവും വലിയ ഒരു സന്തോഷം മറ്റു വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏറ്റെടുത്തിരുന്ന ഓരോ ജോലിയും അതിനോട് 100% ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് കേവലം ഒരു പണം സമ്പാദനത്തിനും അപ്പുറത്തേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏറ്റെടുക്കുന്ന ആ നാടിനോട് കാണിക്കുന്ന ഒരു സേവനമാണ് എന്നുള്ള കൂടിയിട്ടാണ് കുറെ പ്രായമായി. CCV ന്യൂസ്, കൊണ്ടാഴി.